നമസ്കാരം. തൻ്റെ CPM വിരുദ്ധ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സമസ്ത നേതാവ് നാസർ ഫൈസി കൂടത്തായി. സമസ്തയുടെ അഭിപ്രായം പറയാൻ അങ്ങനെ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന സമസ്ത തലവൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പ്രതികരണം വന്നതിന് ശേഷവും തൻ്റെ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുകയാണ് നാസർ ഫൈസി. മുസ്ലിം പെൺകുട്ടികളെ തട്ടിയെടുക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ സമുദായം ഒറ്റക്കെട്ടായി ചെറുക്കുമെന്നാണ് സമസ്ത നേതാവ് നാസർ ഫൈസി കൂടത്തായി ഏറ്റവും ഒടുവിലായി പറഞ്ഞത്. മുസ്ലിം ലീഗിൻ്റെ യൂത്ത് മാർച്ചിന് പരപ്പനങ്ങാടിയിൽ ഒരുക്കിയ മണ്ഡലം തല സ്വീകരണ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് ഫൈസി പാർട്ടി ഓഫീസ് കേന്ദ്രീകരിച്ച് CPM നടത്തുന്ന മതവിരുദ്ധ വിവാഹത്തിനെതിരെ വീണ്ടും ആഞ്ഞടിച്ചത്. രാഷ്ട്രീയമായ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലും സംഘടനയുടെ കേഡർ സംവിധാനത്തിൻ്റെ ബലത്തിലും പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി പാർട്ടി ഓഫീസുകളിൽ വെച്ച് മാല ചാർത്തി അന്യർക്ക് വിട്ടുകൊടുക്കാനാണ് ശ്രമമെങ്കിൽ മുസ്ലിം പെൺകുട്ടികളെ സംരക്ഷിക്കാൻ മുസ്ലിം യൂത്ത് ലീഗ് ഉണ്ടാകും എന്ന് പറയാനും നാസർ ഫൈസി തയ്യാറായി. മുസ്ലിം ഐക്യനിരയിൽ നിന്ന് ആരെ അടർത്താൻ ശ്രമിച്ചാലും സമുദായത്തിൻ്റെ ഐക്യം ലക്ഷ്യമിട്ട് യൂത്ത് ലീഗ് രാഷ്ട്രീയ യാത്ര തുടരണം. പാണക്കാട് തങ്ങന്മാരും സമസ്തയും സമുദായത്തിന് ഒന്നിച്ച് നേതൃത്വം നൽകാനും ആ ബന്ധം അരക്കിട്ടുറപ്പിക്കാനും യൂത്ത് ലീഗ് മുന്നോട്ട് വരും എന്ന് ഫൈസി പറഞ്ഞത് ലീഗ് സമസ്ത സംഘടനകൾക്കിടയിലെ പടലപ്പിണക്കം ഒന്നുകൂടി പുറത്തു കൊണ്ടുവന്നു. നേരത്തെ ലീഗ് സമസ്ത തർക്കത്തിൽ സമസ്ത നേതൃത്വത്തിനെതിരെ ലീഗിനൊപ്പം നിലപാടെടുത്തയാളാണ് നാസർ ഫൈസി. ഇടക്കാലത്ത് സമസ്ത പ്രകടിപ്പിക്കുന്ന CPM അനുഭാവത്തിനെതിരെയാണ് നാസർ ഫൈസി നിലപാടെടുത്തിരിക്കുന്നത്. ദൈവനിഷേധത്തിലേക്കും മതനിഷേധത്തിലേക്കും മുസ്ലിം യുവതയെ വഴിപിഴപ്പിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി രംഗത്തു വരുന്നു എന്ന തൻ്റെ പുതിയ പ്രയോഗത്തിലൂടെ തൻ്റെ CPM വിരുദ്ധത അരക്കിട്ടുറപ്പിക്കുകയാണ് നാസർ ഫൈസി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും കേരള നദ്വത്തുൽ മുജാഹിദീനും വിശ്വാസപരമായ പ്രതിരോധം തീർക്കും, മുസ്ലിം ലീഗും യൂത്ത് ലീഗും രാഷ്ട്രീയ പ്രതിരോധവും തീർക്കും എന്നൊക്കെ സമസ്ത നേതാവ് പറഞ്ഞതിനെക്കുറിച്ച് ലീഗ് യൂത്ത് ലീഗ് നേതാക്കളൊന്നും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ആദർശ സംരക്ഷണത്തിന് ഏതറ്റം വരെയും മുന്നോട്ടു പോകും. 1000 കൊല്ലം അധികാരമില്ലെങ്കിലും ആദർശരഹിതരോട് സന്ധിയില്ലെന്നു തന്നെയാണ് മുസ്ലിം സമുദായത്തിൻ്റെ നിലപാട് എന്ന് നാസർ ഫൈസി അമർത്തി പറഞ്ഞത് സമസ്ത നേതൃത്വത്തിലെ ചിലർ പ്രകടിപ്പിക്കുന്ന ചാഞ്ചാട്ടത്തെ പരോക്ഷമായി പ്രതിരോധിക്കാൻ വേണ്ടിയാണെന്ന് വ്യക്തം. മുസ്ലിം പെൺകുട്ടികളെ വശീകരിച്ച് CPM പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയി മുദ്രാവാക്യം വിളിക്കുന്നതിൻ്റെ രാഷ്ട്രീയം തിരിച്ചറിയണമെന്ന നാസർ ഫൈസിയുടെ ആവർത്തിച്ചുള്ള ആരോപണത്തോട് CPM നേതൃത്വം എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് കാത്തിരുന്ന് കാണാം.